ഹലോടെ മക്കളെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരെയും ഞാൻ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായിട്ടും 2025 സ്കൂൾ തലത്തിൽ ചോദിച്ച KPSTA സ്വദേശ് മെഗാ ക്വിസ് മത്സരത്തിൻ്റെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. നിങ്ങൾ എക്സാമിന് അല്ലെങ്കിൽ ക്വിസ് മത്സരത്തിന് തയ്യാറാവുന്ന സമയത്ത് PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യണം. അപ്പം നമുക്ക് ഓരോ ചോദ്യത്തിലോട്ടും കടന്നു പോവാം. ആദ്യത്തെ ചോദ്യം ഇതാണ്, നോക്കാം. 1938 കോൺഗ്രസ് സമ്മേളനം അംഗീകരിച്ച ഗാന്ധിജിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ പേരെന്താണ്? ഓർത്തു വയ്ക്കുക, അത് കൃത്യമായിട്ട് അത് വാർധ പദ്ധതിയാണ്. എന്താണ് അത്? വാർധ പദ്ധതി, അല്ലെങ്കിൽ നയീം താലിം എന്ന് പറയും. റെഡി? അടുത്ത ചോദ്യം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച ദേശീയ നേതാവ് ആരാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ദെൻ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഓർത്തു വയ്ക്കുക, അത് JB കൃപലാനിയാണ്. JB കൃപലാനി. അടുത്ത ചോദ്യം, ഗാന്ധിജി കോൺഗ്രസിന്റെ അധ്യക്ഷനായ വർഷം ഏതാണ്? അത് ബെൽഗാം സമ്മേളനത്തിൽ വെച്ചായിരുന്നു. 1924 ബെൽഗാം സമ്മേളനത്തിൽ വെച്ചായിരുന്നു എന്ത് ചെയ്തത്? ഗാന്ധിജി കോൺഗ്രസിന്റെ അധ്യക്ഷനായത്. റെഡി? വല്ലഭായ് പട്ടേലിനെ സർദാർ, അല്ലെ, നമുക്ക് സർദാർ വല്ലഭായ് പട്ടേൽ എന്നാണ് നമ്മളിപ്പോൾ വിളിക്കാറുള്ളത്. ഇങ്ങനെ വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് ആദ്യമായി വിശേഷിപ്പിച്ചത് ആരാണ്? അത് ഗാന്ധിജിയാണ്. അപ്പോൾ ഓർത്തു വയ്ക്കുക, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലൊക്കെ ഈ ഒരു ചോദ്യം നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. റെഡിയല്ലേ? അടുത്ത ചോദ്യം, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരണങ്ങൾ അടങ്ങിയ രേഖയ്ക്ക് പറഞ്ഞ പേരെന്താണ്? അത് നമുക്ക് അറിയുന്നത് തന്നെയാണ്. എന്താണ് അത്? റെഡ് ഡാറ്റ ബുക്ക് എന്നാണ് പറയാം. റെഡ് ഡാറ്റ ബുക്ക്. 7, രാത്രി മഴ ചുമ്മാതെ, കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ, പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെ പോലെ. റെഡിയല്ലേ? ഇത് എന്താ പറയുക, താഴെ 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 കൊടുക്കുന്നതാണ്. അപ്പം ഇത് ആരുടെ വരികളാണ്? ഓർത്തു വയ്ക്കുക, അത് സുഗതകുമാരിയുടെ വരികളാണ്. രാത്രി മഴ എന്നുള്ള കവിതയുടെ ഭാഗമാണ്. റെഡി? ദേശബന്ധു. ഓക്കെ, ദേശബന്ധു എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി. ഓർത്തു വയ്ക്കുക, ഉത്തരം CR ദാസ്. ഓക്കെ, CR ദാസ്. ദെൻ, ഏറ്റവും കൂടുതൽ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ വ്യക്തി ആരാണ്? അത് നമ്മുടെ നെഹ്റു ആണ്, ജവഹർലാൽ നെഹ്റു. ഇനി ഇത് 2025 ചോദ്യം കേട്ടോ. 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ മുദ്രാവാക്യം എന്താണ്? അത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ്. അതപ്പോൾ ഇത് വർഷാവർഷം എന്ത് ചെയ്യും, നമ്മൾ മാറുന്നതാണ്. അപ്പോൾ നമ്മൾ 2025 ഓർത്ത് വയ്ക്കുക, ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, പ്ലാസ്റ്റിക് മാലിന്യം കുറയ്ക്കുക, ഇല്ലാതാക്കുക. 11, സ്വാതന്ത്ര്യ സമരത്തിന്റെ ക്ലൈമാക്സ് എന്നറിയപ്പെടുന്ന സമരം ഏത്? അത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്നതാണ് ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ മുദ്രാവാക്യം. നെഹ്റു ആദ്യമായി കിസാൻ മാർച്ച് സംഘടിപ്പിച്ചത് എവിടെയാണ്? ഉത്തരം പ്രതാപ്ഗർ. ഓർത്തേക്ക, പ്രതാപ്ഗർ. അടുത്ത ചോദ്യം 13, ഇന്ത്യയുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയതാരാണ്? ഉത്തരം സുബ്ബറാവു, അല്ലെങ്കിൽ നിങ്ങൾ ഓർത്തു വയ്ക്കുക, പൈതിമാരി വെങ്കിട്ട സുബ്ബറാവു എന്നാണ് പൂർണ്ണമായ നാമം. 2025 ചോദ്യമാണ്. 2025 ICC ലോക ടെസ്റ്റ് ക്രിക്കറ്റ് ചാമ്പ്യന്മാർ ആര്? ദക്ഷിണാഫ്രിക്ക. അപ്പോൾ ഈ വർഷം നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാം, 2026 ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാർ ആര് എന്ന് ചോദിക്കാം. അത് മക്കൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അടുത്തത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഐറിഷ് വനിതയുടെ പേരെന്താണ്? ഓക്കെ, അത് ഓർത്തു വയ്ക്കുക, അത് ആനി ബസന്ത് ആണ്. റെഡി? 2025 കേരള സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം ലഭിച്ച വ്യക്തി അഖിൽ P ധർമ്മജനാണ്. ഓക്കെ, ഏത് കൃതിക്കാണ് ആ ഒരു പുരസ്കാരം ലഭിച്ചത്? നമുക്ക് അറിയുന്നത് തന്നെയാണ് അല്ലെ, എന്താ? റാം കെയർ ഓഫ് ആനന്ദി, അഖിൽ P ധർമ്മജൻ. വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത്, ഓർത്തു വയ്ക്കുക, അരവിന്ദ ഘോഷ്. ഓപ്പറേഷൻ സിന്ദൂറിന് വഴിവെച്ച പഹൽഗാം ഭീകരാക്രമണം നടന്നത് എന്നാണ്?
ഉത്തരം 2025 ഏപ്രിൽ 22. 1857 കലാപത്തിൽ കാൺപൂരിലെ വിപ്ലവ നേതാവ് ആരാണ്? ഉത്തരം അത് നാനാ സാഹിബാണ്. ഓക്കെ. ശുഭാംശു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൗത്യ സംഘത്തിന്റെ പേര്? ആക്സിയം 4. റെഡി. അപ്പം അന്ന് ടൈ ബ്രേക്കർ ആയിട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, 5ഓളം ചോദ്യങ്ങൾ. നമുക്കൊന്ന് പരിചയപ്പെടാം അല്ലേ. ഗാന്ധിജിയുടെ ഹരിജനോദ്ധാരണ യാത്ര അവസാനിച്ചത് എവിടെയാണ്? ഉത്തരം അത് വാരണാസിയാണ്. വളരെ അധികം വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ വിധിയുമായൊരു കൂടിക്കാഴ്ചയ്ക്കുള്ള കരാർ ഉണ്ടാക്കിയിരുന്നു. 1947 ഓഗസ്റ്റ് 14 രാത്രിയിലെ ഒരു പ്രസ്താവനയാണിത്. ആരുടെ പ്രസ്താവനയാണ് ഇത് എന്നാണ് ചോദ്യം. ഉത്തരം നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രസ്താവനയായിരുന്നു അത്. ഗാന്ധിജിയുടെ അറസ്റ്റിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് അബ്ബാസ് ത്വയ്ബ്ജി. റെഡി. അടുത്ത ചോദ്യം 4. ഔദ്യോഗികമായി വൃക്ഷം, ജീവി, പക്ഷി, ചെടി എന്നിവയെ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ഏത്? ഓക്കെ. ഔദ്യോഗികമായിട്ട് വൃക്ഷം, പക്ഷി, ചെടി ഇതൊക്കെ ഒരു ജില്ല പ്രഖ്യാപിച്ചത് കേരളത്തിലാണ്, കാസർഗോഡ്. വൃക്ഷം കാഞ്ഞിരം, ജീവി പാലപ്പൂവനാമ, പക്ഷി വെള്ളവരയൻ കടൽ പരുന്ത്, ചെടി പെരിയ പോളി താളി. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു. അപ്പോൾ നമുക്കറിയാൻ നോക്കാം, ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട് അല്ലേ കുറേ അധികം ചോദ്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ പരിചയപ്പെട്ടു പോകണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ.